ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ ഇൻസ്റ്റൻറ്റ് ദോശ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് അരി കുതിർത്ത് അരയ്ക്കേണ്ട, ഉഴുന്ന് വേണ്ട, ചോറ് വേണ്ട, നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അവിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ റവയും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ്. 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റവയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈര് ചേർക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. മുഴുവൻ ഒരുമിച്ച് ചേർക്കുന്നില്ല, 2 തവണയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കൊന്നും വേണ്ട, നമുക്ക് റെഡിയാക്കി തുടങ്ങാം ദോശ. പാനിലേക്ക് ഓയിൽ പുരട്ടിയിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 1 തവിയും 1/2 തവിയും ബാറ്ററാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് കുറച്ച് തിന്നായിട്ടുള്ള ദോശയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അധിക സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ദോശ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലൊക്കെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അധിക സമയമൊന്നും അടച്ചു വെക്കണ്ട, നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ദോശ ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെക്കൊന്നും വേണ്ട. അപ്പോൾ ദേ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിത് എടുത്ത് വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഈ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരി കുതിർക്കാൻ മറന്നുപോയാലും പിന്നെ രാവിലെ തിരക്കാണ്, നമുക്ക് ടൈമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ദോശ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്